ശ്രീ ആർ വി ബാബു ഈ അടുത്ത കാലത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട്, അതായത് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് വന്ന പരാമർശം, അത് കേസായി. പ്രത്യേകിച്ച് PDPയുടെ നേതാവ് കൊടുത്തൊരു പരാതിയിൽ പോലീസ് ജാമ്യമില്ല കേസെടുത്തു. അതിൻ്റെ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടു. പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമ്മൾക്ക് വാർത്ത കൊടുത്തതാണ് ശ്രീ KT ജലീൽ നടത്തിയ പരാമർശം. അത് കൃത്യമായിട്ട് അന്ന് വാർത്ത കൊടുത്തതാണ്. അപ്പോൾ അതിലും വലുതായിട്ടൊന്നും ആർ വി ബാബു പറഞ്ഞിട്ടില്ല, പക്ഷേ കേസെടുത്തു. അത് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് അതിന് വഴിതെളിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയം എന്താണ്, എന്തോ സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്നു, വലിയ കുറ്റം ചെയ്ത പോലെയാണ് കേസിൻ്റെ വകുപ്പുകളൊക്കെ, ജാമ്യമില്ലാത്ത വകുപ്പുകളൊക്കെ ചേർത്തിട്ട് കേസെടുത്തിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്? ജഫ്രി മുത്തുക്കോയെ തങ്ങളെ സമീപിച്ചിട്ട് അദ്ദേഹത്തെ കൂട്ടുപിടിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് തൂഫാൻ പ്രചരണം, നല്ല കാര്യം, നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം കേരളത്തിലെമ്പാടും വളരെ വലിയൊരു വിപത്താണ് മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള കാര്യം. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തക്ക രീതിയിൽ ഒരു സമുദായ നേതാവ് ജഫ്രി മുത്തുക്കോയെ തങ്ങളെപ്പോലെ സമസ്തയുടെ സമുന്നതനായ ഒരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ഒരു പ്രചരണം സംഘടിപ്പിക്കുന്ന കാര്യത്തെ നമ്മൾ സ്വാഗതാർഹമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഞാനതിനെ സർക്കാസ്റ്റിക്കായിട്ട് ഒന്ന് പ്രയോഗിച്ചതെന്ന് വെച്ചാൽ, കേരളത്തിലെ ഈ മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള അതിൻ്റെ വിപണനം, അതിൻ്റെ വാഹകർ എന്നുള്ള പ്രവർത്തനത്തിൽ കൂടുതലായിട്ട് ഇടപഴകുന്നത്, അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ KT ജലീൽ പ്രഖ്യാപിക്കേണ്ടായിരുന്നു. അദ്ദേഹം വളരെ ശക്തമായിട്ട് പറയുകയും ചെയ്തു. അതായത് ഇത് മദ്രസ വിദ്യാഭ്യാസം കിട്ടിയിട്ടും മതബോധമുള്ള മുസ്ലിം സമുദായത്തിലെ യുവാക്കളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത്. ഹിന്ദുക്കൾക്ക് ഒരു മതവിദ്യാഭ്യാസവും കിട്ടുന്നില്ല. അപ്പോൾ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ഈ രംഗത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം യുവാക്കളാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന ശക്തമായൊരു വിമർശനം KT ജലീൽ ഉയർത്തിയിരുന്നു. അപ്പോൾ ആ വിമർശനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ തൂഫാൻ പ്രചരണത്തിന് വേണ്ടി ജഫ്രി മുത്തുക്കോയ തങ്ങളെ കൂട്ടുപിടിച്ചത് നന്നായി എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു. കാരണം ഇതുപോലുള്ള സമുദായ നേതാക്കന്മാർ ആ സമുദായത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നിലനിൽക്കുമ്പോൾ അതിനെതിരായിട്ട് രംഗത്ത് വരേണ്ടത് ആ സമുദായത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഈ സമുദായത്തിലുള്ള ആളുകളുടെ പങ്കിനെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. ഈ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് എങ്ങനെയാണ് സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യമാവുക? ഇതെങ്ങനെയാണ് മതവിദ്വേഷം ജനിപ്പിക്കുന്ന ഒരു വിഷയമാവുക? ഇതൊരു യാഥാർത്ഥ്യമാണ്. സർക്കാർ തന്നെ വെളിപ്പെടുത്തിയ കണക്കുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം നർക്കോട്ടിക് ജിഹാദിൻ്റെ ഒരു ഇഷ്യൂ കേരളത്തിലെമ്പാടും വലിയ ചർച്ചയായി. മുസ്ലിം സമുദായത്തിനെതിരായിട്ടാണ് അത് പ്രയോഗിക്കുന്നത് എന്നുള്ള ഒരു വലിയ തോതിലുള്ള പ്രചരണം ഉണ്ടായി. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് അദ്ദേഹം അതിൻ്റെ കണക്കുകൾ വെളിപ്പെടുത്തി. കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ, അറസ്റ്റ് ചെയ്ത ഈ മയക്കുമരുന്ന് വകുപ്പുകൾ ചേർത്തിക്കൊണ്ട് ചാർജ് ചെയ്ത കേസുകൾ, ആ കേസുകൾ എത്രയുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു 5400-ലേറെ പ്രതികളുണ്ട് മൊത്തത്തിൽ. ആ 2500-600 കേസുകൾ അതിൽ ചാർജ് ചെയ്തിട്ടുണ്ട്, 5400-ഓളം പ്രതികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. അതിൽ 34% ആളുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. 48-49% ഹിന്ദുക്കളും 15% ക്രിസ്ത്യാനികളുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 27% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് 34% പ്രതികളായിട്ടുള്ള ആൾക്കാർ. 54% ഹിന്ദുക്കളിൽപ്പെട്ടത് 48-49% പ്രതികളാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് കൂടുതലായിട്ട് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ചയാണ്, പബ്ലിക് ഡൊമൈനിലുണ്ട്, നമ്മുടെ ഭരണകൂടം തന്നെ വെളിപ്പെടുത്തിയ കണക്കുകളിലുണ്ട്, മുൻ മന്ത്രി KT ജലീൽ പറഞ്ഞ കണക്കിലുണ്ട്, അദ്ദേഹം പറഞ്ഞ വസ്തുതയാണ്. ഈ വസ്തുത ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് കുറ്റമാണ് ഞാൻ ചെയ്തത്. അതിൽ പതിവില്ലാതെ വളരെ പെട്ടെന്ന് പോലീസ് എനിക്കെതിരെ കേസെടുക്കുന്നു. ഒരു PDPയുടെ നേതാവ് കൊടുത്ത പരാതിയിൽ തൃക്കാക്കര പോലീസിൽ ആണ് എനിക്കെതിരെ കേസെടുക്കുന്നത്. എന്തുകൊണ്ട് കേസെടുത്തു എന്ന് വൈജിത്ത് ചോദിക്കുമ്പോൾ അത് വളരെ കൃത്യമാണ്. കാരണം ഇതിന് ശേഷം വന്ന ഒരു പ്രസ്താവനയുണ്ട്. അത് നാസർ ഫൈസി കൂടത്തായിയുടെയാണ്, സമസ്തയുടെ മറ്റൊരു നേതാവിൻ്റെയാണ്. അദ്ദേഹം പറഞ്ഞത് ആർ വി ബാബുവിനെതിരെ കേസെടുത്തതിലൂടെ ഈ സർക്കാർ സംഘപരിവാറിന് കീഴ്പ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായി എന്നാണ്.
അപ്പോൾ ദാറ്റ് മീൻസ് എനിക്കെതിരെ കേസെടുത്തത് ആരെ സന്തോഷിപ്പിക്കാനാണ്? എനിക്കെതിരെ ഈ പറയുന്ന രീതിയിൽ ജാമ്യമില്ലാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തത് ഇവിടുത്തെ മത തീവ്രവാദ ഗ്രൂപ്പുകളെ, മതപുരോഹിതന്മാരെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് എന്ന് അതിലൂടെ വ്യക്തമായി. അപ്പോൾ ആരുടെ കയ്യടി നേടാനാണ്, ആരെ സന്തോഷിപ്പിക്കാനാണ് ഇപ്പോൾ ഈ കേസെടുത്തത് എന്നുള്ളത് നാസർ ഫൈസി കൂടത്തായിയുടെ ഒറ്റ പ്രസ്താവന കൊണ്ട് തന്നെ വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ കാര്യം ക്ലിയറാണ്. ഞാൻ ഇതിനെ വളരെ സോഫ്റ്റായിട്ടുള്ള മറ്റൊരു വിമർശനമാണ് നടത്തിയതെങ്കിൽ പോലും എനിക്കെതിരെ കേസെടുക്കും. കാരണം ഈ സർക്കാരിന് ഇവിടുത്തെ ഒരു സംഘടിത മതവിഭാഗത്തെ പ്രീണിപ്പിച്ചേ മതിയാകൂ, സന്തോഷിപ്പിച്ചേ മതിയാകൂ. കാരണം അവരുടെ ഉൽപ്പന്നമാണ് ഈ സർക്കാരിലെ മുഖ്യമന്ത്രി. അവരുടെ ആവശ്യപ്രകാരമുണ്ടായ ഒരാളാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. അവർ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഒരു ഫിഷറീസ് വകുപ്പ് മന്ത്രിയും അവർക്ക് അനുവദിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും അവരുടെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലെ ഭരണകൂടത്തിനുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഇതനുസരിച്ച് ഇപ്പോഴത്തെ UDF സർക്കാരും നേരത്തെയുള്ള പിണറായി വിജയൻ്റെ സർക്കാരും ഇവരെല്ലാവരും ഈ ഒരു ആരോപണം പല രീതിയിൽ നേരിട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രീണന നയം. അപ്പോൾ ഇങ്ങനെയൊരു മാറി മാറി വരുന്ന സർക്കാരുകൾ ഇങ്ങനെയൊരു പ്രീണനം തുടർന്നു പോയാൽ അത് മറ്റു സമുദായങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക? അല്ല, ഈ കേരളത്തിൽ ഇപ്പോൾ എല്ലാ സമുദായങ്ങൾക്കും, അതായത് ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും ഒരേപോലെ തന്നെ ഉള്ള ഗ്രീവിയൻസ് എന്താണ്? ആ ഗ്രീവിയൻസ് സംഘടിതമായിട്ടുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പിണറായിയുടെ ഗവൺമെൻറ് ആയാലും അതേപോലെ ഇപ്പോൾ UDF ഗവൺമെൻറ് ആയാലും ഭരിക്കുന്നത്. സംഘടിത മുസ്ലിം സമൂഹത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നാണ് രണ്ടു കൂട്ടർക്കും ഒരേപോലെ പരാതിയാണ്. ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് JB കോശി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? അതായത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പിണറായിയുടെ കാലത്താണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ 22 ജീവനക്കാരിൽ 22 പേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു എന്നാണ്. ഫീൽഡ് പ്രൊമോട്ടർമാരായിട്ട് ന്യൂനപക്ഷ ക്ഷേമത്തിൻ്റെ ഫീൽഡ് പ്രൊമോട്ടർമാരായി നിശ്ചയിക്കപ്പെട്ട ആളുകൾ, അതിൽ മലപ്പുറം ജില്ലയിൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നമുക്ക് മനസ്സിലാക്കാം, തിരുവനന്തപുരത്തും എറണാകുളത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും അടക്കം ഫീൽഡ് പ്രൊമോട്ടർമാരായി നിശ്ചയിക്കപ്പെട്ട ആളുകൾ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ ദാറ്റ് മീൻസ് ഇവിടെ ഈ സർക്കാർ എടുക്കുന്ന ഓരോ നടപടികളും ആരെ തൃപ്തിപ്പെടുത്താനാണ്, ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്, ആർക്ക് വേണ്ടിയാണ് കേരളത്തിൽ ഈ ഭരണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനോ ഹിന്ദു സമൂഹത്തിനോ ഒരു സംശയവുമില്ല. അതുതന്നെയാണ് ഇപ്പോൾ UDF വരുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫിഷറീസ് വകുപ്പ് എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം പിടിച്ചു വാങ്ങിയത്? എന്തുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിലെ ഒരാളെ ഫിഷറീസ് വകുപ്പ് കൊടുക്കാത്തത്? ഒന്നുകിൽ ക്രൈസ്തവർക്ക്, ഒന്നുകിൽ ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവർക്ക്. അപ്പോൾ ഇവിടെ വളരെ ആസൂത്രിതമായിട്ട് ഇപ്പോൾ തന്നെ ഈ സർക്കാർ വന്നപ്പോൾ ഉടനെ തന്നെ തീരുമാനിച്ചത് എന്താണ്? മലപ്പുറം ജില്ല വിഭജിക്കണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് ഒരു കമ്മീഷനെ നിയമിക്കാൻ തീരുമാനിക്കും. മലപ്പുറം ജില്ല വിഭജിക്കുന്നതിന് ഒരു കമ്മീഷനെ, ഓക്കെ, കമ്മീഷനൊക്കെ നിയമിക്കട്ടെ. ആ കമ്മീഷൻ എന്ത് നിഗമനത്തിലേക്ക് എത്താൻ പോകണമെന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ പറയാൻ പറ്റും. കാരണം ആർക്ക് വേണ്ടിയാണ് ഈ കമ്മീഷൻ? ഇപ്പോൾ മലപ്പുറം ജില്ല വിഭജിക്കുന്നതിന് എന്താണ് പശ്ചാത്തലം? ജനസംഖ്യയാണ് പശ്ചാത്തലമെങ്കിൽ മലപ്പുറം ജില്ലയേക്കാൾ ജനസംഖ്യയുള്ള എത്രയോ ജില്ലകൾ ഭാരതത്തിലെമ്പാടുമുണ്ട്. എത്രയോ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചർച്ചയിലൂടെ പലതും വെളിപ്പെട്ടു. പല ചാനലുകളും ആ വിഷയം ചർച്ച ചെയ്തപ്പോഴാണ് 1 കോടി ജനസംഖ്യയുള്ള ജില്ലയുണ്ട് ഭാരതത്തിൽ. ഈ തെലുങ്കാനയിലെ ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം 35 ലക്ഷം വോട്ടർമാരാണ്. 35 ലക്ഷം വോട്ടർമാരുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. ഇവിടെ മലപ്പുറം ജില്ലയിൽ 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും കൂടി 45 ലക്ഷം പേരേ ഉള്ളൂ. അപ്പോൾ ജനസംഖ്യ അടിസ്ഥാനത്തിൽപ്പെട്ടാണോ ഇനി ജില്ലയുടെ വിസ്തൃതി ചെറുതാക്കിയാൽ വികസനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കാസർഗോഡ് വികസനം ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് ഇടുക്കിയിൽ വികസനം ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് വയനാട് വികസനം ഉണ്ടാവാത്തത്? ചെറിയ ജില്ലയാണല്ലോ. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ അതല്ല ഉദ്ദേശം ജില്ല 2 ആക്കിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ള യാഥാർത്ഥ്യമാണ് പൊതുസമൂഹത്തിന് വ്യക്തമാകുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നതാരാ? അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഈ സംഘടിത മുസ്ലിം വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്ന ആക്ഷേപം അതിവിടുത്തെ എല്ലാ സമുദായങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സമ്മേളനം
നടന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനായാലും ക്രിസ്ത്യൻ സമുദായത്തിനായാലും പൊതുവെ ഒരു സംഘടിത ശക്തിയുണ്ട്. അത് സർക്കാരിലായാലും അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും. പക്ഷേ ഹിന്ദു സമൂഹങ്ങൾക്ക് ഈ പ്രത്യേകിച്ചും ഹിന്ദു ഐക്യവേദിയുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയൊരു സ്വാധീനം ചെലുത്തുന്നതിൽ നിന്ന് പിന്നോട്ടാണ്. മാത്രമല്ല അവരുടെ പല സമുദായ നേതാക്കന്മാരും ഇപ്പോൾ അവഗണന നേരിടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ആ സാഹചര്യത്തിൽ ഹിന്ദു ഐക്യവേദിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? എന്തൊക്കെയായിരുന്നു തീരുമാനങ്ങൾ? ഇപ്പോൾ ഹിന്ദു നേതൃസമ്മേളനം കേരളത്തിൽ നടന്നു. ഈ കഴിഞ്ഞ ജൂൺ മാസം 26-ാം തീയതി എറണാകുളത്ത് വെച്ച് നടന്നു. 150ഓളം ഹിന്ദു സംഘടനകളുടെ ചെറുതും വലുതുമായ സംഘടനകളുടെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തു. 220ഓളം നേതാക്കന്മാരവിടെ വന്നു. അവരുടെ എല്ലാം പ്രശ്നം അവരെല്ലാവരും ഒരേപോലെ പറയുന്നു, ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു, ഞങ്ങൾക്ക് അവഗണന നേരിടുന്നു എന്നാണ്. അത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, പട്ടികജാതിക്കാർ, ഹിന്ദു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ, മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ, എല്ലാ വിഭാഗം ആളുകളും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണ്. ഇവിടെ നമ്മൾ ഹിന്ദു ഐക്യവേദി ഈ ഹിന്ദു സംഘടനകളും എല്ലാം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഹിന്ദുക്കളുടെ ഈ പിന്നോക്കാവസ്ഥ പഠിക്കാൻ സർക്കാരുകൾ തയ്യാറാവാത്തതിൻ്റെ കാര്യം എന്താണ്? എന്നാണ് ഹിന്ദുക്കളുടെ ഈ പിന്നോക്കാവസ്ഥ, ഹിന്ദുക്കളുടെ സാമ്പത്തിക സാമൂഹ്യ അവസ്ഥ, എക്കണോമിക്കലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള അവസ്ഥ പഠിക്കാൻ എന്തുകൊണ്ടാണ് സർക്കാർ തയ്യാറാവാത്തത്? മറ്റു സമുദായങ്ങളുടെ പഠിക്കാനും അതിന് ശുപാർശകൾ പരിഹരിക്കാൻ വേണ്ട ശുപാർശകളും ഒക്കെ സമർപ്പിക്കുകയും അത് സർക്കാർ തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ക്രൈസ്തവരുടെ പരാതി ഉണ്ടായിരുന്നു. ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ JB കോശി കമ്മീഷൻ നിയോഗിച്ചിരുന്നു. അതിനും വർഷങ്ങൾക്ക് മുൻപ് അച്യുതാനന്ദൻ സർക്കാർ ഇരിക്കുന്ന സമയത്ത് പാലോളി മുഹമ്മദ് കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് പരിഹരിക്കാനായിട്ടുള്ള കമ്മീഷൻ വന്നു. എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഈ നാട്ടിലെ ഒരു സർക്കാരും തയ്യാറാവാത്തത്? ഇവിടെ പട്ടികജാതിക്കാരുടെ സ്ഥിതി എന്താണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ സ്ഥിതി എന്താണ്? അതേപോലെ പിന്നോക്ക ഹിന്ദുക്കളുടെ സ്ഥിതി എന്താണ്? അവർക്ക് കിട്ടേണ്ട സംവരണ ആനുകൂല്യം എന്തുകൊണ്ടാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്? ഇപ്പോൾ നോക്കൂ, OBH ഗ്രൂപ്പുണ്ട്, ഹിന്ദുക്കളിലെ പിന്നോക്ക ഹിന്ദു ഗ്രൂപ്പാണ് OBH. അവർക്ക് 3% സംവരണമാണുള്ളത്. അതായത് OBCയിൽ പെടാത്ത ഹിന്ദുക്കളാണ് OBH, അതർ ബാക്ക്വേഡ് ഹിന്ദുസ്. ഏകദേശം കേരളത്തിൽ 100-ലേറെ സമുദായങ്ങളുണ്ട്, OBH സമുദായങ്ങൾ 100-ലേറെ സമുദായങ്ങളുണ്ടെന്നാണ് കണക്ക്. അവരെല്ലാവരോടും ചേർന്നൊരു 50 ലക്ഷത്തോളം ജനങ്ങൾ കേരളത്തിലുണ്ട്. 3% സംവരണമാണ് അവർക്ക് കൊടുക്കുന്നത്. എന്നാൽ കേരളത്തിൽ 12% സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പം മതസംവരണം അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. മതസംവരണം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നില്ല, എങ്കിൽ പോലും അതിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പിന്നോക്ക ഹിന്ദുക്കൾക്ക്, അതർ ബാക്ക്വേഡ് ഹിന്ദുക്കൾക്ക് കിട്ടേണ്ട സംവരണം അത് ലഭിക്കുന്നത് ആർക്കാണ്? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇത് ഇപ്പോൾ ശാസ്ത്രീയമായി ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഈ 12% മുസ്ലിം സംവരണം തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നുള്ളത് ഒരു പഠനത്തിലൂടെയല്ലേ വ്യക്തമാകുക. ആ പഠനം എന്തുകൊണ്ടാണ് നടക്കാത്തത്? അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്, പട്ടികജാതി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ പട്ടികജാതി വിഭാഗങ്ങളായാലും പട്ടിക വിഭാഗങ്ങൾ ഭൂമിയില്ലാത്ത പ്രശ്നം വളരെ രൂക്ഷമാണ്. ഭൂരഹിതർ, ഭവനരഹിതർ. ഇപ്പോൾ നോക്കൂ, പട്ടികജാതിക്കാരുടെ ഇപ്പോൾ കഴിഞ്ഞ CAG റിപ്പോർട്ട് പുറത്തു വന്നു. ആ CAG റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പട്ടികജാതിക്കാർക്ക് അനുവദിക്കപ്പെട്ട ഫണ്ട് അത് ചിലവാക്കുന്നില്ല, അത് വെട്ടിക്കുറയ്ക്കുകയാണ്. പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന വിഹിതം ലാപ്സാവുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുന്നു. ഓരോ ബഡ്ജറ്റിലും വെട്ടിക്കുറയ്ക്കുന്നു. പരിഗണിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് ലാപ്സായി കളയുന്നു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം CAG റിപ്പോർട്ടിൽ പട്ടികജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 2 കോടി രൂപ പട്ടികജാതി കോളനി, അതായത് ഉന്നതിയിൽ ചിലവാക്കാൻ, ഉന്നതിയിൽ ഉള്ള പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായധനം കൊടുക്കാൻ വേണ്ടി 2 കോടി രൂപ സർക്കാർ ബഡ്ജറ്റിൽ നീക്കി വച്ചിരുന്നു. നയാ പൈസ അതിൽ നിന്നും ചിലവാക്കിയിട്ടില്ല. അപ്പോൾ പട്ടികജാതിക്കാരുടെ ഉന്നത വിദ്യാഭ്യാസം എങ്ങനെ നടക്കും? അവർക്ക് സാമ്പത്തിക സഹായം കിട്ടാത്തതുകൊണ്ട് പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഉന്നത പഠനം അവർ ഉപേക്ഷിക്കുകയാണ്. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവർക്ക്. പക്ഷേ അവർക്ക് കിട്ടേണ്ട സഹായം സർക്കാർ കൊടുക്കുന്നില്ല. 10 കോടി രൂപയാണ് വാത്സല്യനിധി, അതായത് പട്ടികജാതി വിഭാഗത്തിലെ പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ വിവാഹത്തിനും ഒക്കെ വേണ്ടി ചിലവാക്കേണ്ട പണമാണ്. 10 രൂപ അതിൽ നിന്നും ചിലവാക്കിയിട്ടില്ല. അപ്പോൾ പട്ടികജാതിക്കാർക്ക് കൊടുക്കേണ്ട പണം കൊടുക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ CAG ആണ്. CAG റിപ്പോർട്ടിലാണ് ഞാനീ പറയുന്നത്. അപ്പോൾ പട്ടികജാതിക്കാർക്ക് പ്രശ്നമുണ്ട്,
പട്ടികവർഗക്കാരെ സംബന്ധിച്ചിടത്തോളം പട്ടികവർഗക്കാരുടെ ഭൂമിക്ക് അവകാശം അവർക്ക് പട്ടയം കൊടുക്കുന്നില്ല. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പട്ടയം കൊടുക്കാമെന്ന് ജാനുവിൻ്റെ സമരകാലത്ത് AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. നാളെ വരെ അവർക്ക് പട്ടയം കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് ഭൂമിയുടെ അവകാശമില്ല എന്ന് മാത്രമല്ല, പട്ടികവർഗക്കാരുടെ ഇടയിൽ മതം മാറ്റം വ്യാപകമാണ്. പട്ടികവർഗക്കാർ മതം മാറിയാലും അവർക്ക് സംവരണം കിട്ടും. അതെ, യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സുപ്രീം കോടതിയുടെ ഒരു നിർണായകമായ നിരീക്ഷണവും വിധിയും വന്നു. ആ വിധിയിലേക്ക് സുപ്രീം കോടതി പറഞ്ഞു, പട്ടികവർഗക്കാർ മതം മാറുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഗോത്ര സംസ്കൃതിയിൽ നിന്ന് അവർ മാറിപ്പോവുകയാണ്. പട്ടികവർഗക്കാരുടെ തനതായ സ്വത്വബോധത്തിൽ നിന്ന് അവർ മാറിപ്പോവാണ്. അവരെ പിന്നെ ഗോത്രവർഗക്കാരായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് സംവരണം കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ഗോത്രവർഗത്തിൻ്റെ അതേ സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റില്ല എന്ന് കോടതി വിധി വന്നു, സുപ്രീം കോടതി. ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത് പട്ടികവർഗക്കാർ മതം മാറിയാൽ അവർക്ക് സംവരണം കൊടുക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ കേരളത്തിൽ പല ഗോത്രവർഗ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് മലയാള വിഭാഗത്തിലും കുറിച്യരെയും കുറുമരെയും ഒക്കെ വ്യാപകമായ തോതിൽ മതം മാറ്റുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പട്ടികവർഗക്കാർക്കും പട്ടികജാതിക്കാരെ പോലെ മതം മാറിയാൽ സംവരണം കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമം കേരളത്തിൽ കൊണ്ടുവരണം എന്ന ആവശ്യം ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുകയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ മുന്നോക്ക വിഭാഗത്തിലെ ഹിന്ദുക്കൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട EWS സംവരണമുണ്ട്. 10% സംവരണം മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കിട്ടും. ആ സംവരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ പലപ്പോഴും കൊടുക്കുന്നില്ല. സർട്ടിഫിക്കറ്റിന് വേണ്ടി പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തുന്നു എന്നുള്ള ആരോപണമുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കണം എന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് ഹിന്ദു ഐക്യവേദിയുടെ ആ ചർച്ചയിൽ ഉയർന്നു വന്നത്. അവരുടെ സാമ്പത്തിക സാമൂഹ്യ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരു കമ്മീഷൻ വേണം എന്നാണ് ഹിന്ദു ഐക്യവേദി ആ സമ്മേളനത്തിൽ ഉയർത്തിയത് പ്രധാനമായിട്ടും. ഇതിൻ്റെ ഒരു ബാക്കി നടപടികൾ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിപ്പോൾ ഒരു സമ്മേളനത്തോടെ തീർക്കേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുന്നോട്ടുള്ള നടപടികൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ഞങ്ങൾ ഇപ്പോൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇതോടുകൂടി ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ വിഷയമുണ്ട്, അതേപോലെ സാംസ്കാരികമായ ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛന് ഒരു സ്മാരകം, വാര്യംകുന്നിന് സ്മാരകം വരികയാണ് മലപ്പുറത്ത്. തുഞ്ചത്തെഴുത്തച്ഛന് സ്മാരകമില്ല, തുഞ്ചത്തെഴുത്തച്ഛന് ഒരു സ്മാരകമില്ല, വാര്യംകുന്നിന് സ്മാരകമുണ്ട്. അപ്പോൾ സാംസ്കാരികമായ ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ ഭൂമി അന്യാധീനപ്പെട്ട് 5000-ഓളം ഏക്കർ ഭൂമി ക്ഷേത്രങ്ങളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് രാജമാണിക്യം കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ്. ആ ഭൂമി തിരിച്ചു പിടിക്കാൻ ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു നീക്കമില്ല. എന്തിന് ഈ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത ഭൂമിയുടെ നഷ്ടപരിഹാരമായിട്ട് 36 കോടി രൂപ അത് സർക്കാരിൻ്റെ കയ്യിലാണ്, സർക്കാർ പിടിച്ചു വെച്ചിരിക്കുക, ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടില്ല. കാരണം ഡിജിറ്റൽ സർവേയിലൂടെ ഈ ക്ഷേത്രഭൂമികളെയൊക്കെ റവന്യൂ ഭൂമിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ക്ഷേത്രഭൂമികൾ റവന്യൂ ഭൂമിയാക്കുന്നൊരു പ്രവർത്തനം ഇപ്പോൾ നടക്കുക. വൈക്കം ക്ഷേത്രത്തിൻ്റെ ഭൂമി അടക്കം റവന്യൂ പുറമ്പോക്കാണെന്നാണ് പറഞ്ഞത്. വൈക്കത്തപ്പനിരിക്കുന്നത് റവന്യൂ പുറമ്പോക്കിലാണെന്നാണ് ഇപ്പോഴത്തെ നില. ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെടുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ക്ഷേത്രഭൂമികൾ സംരക്ഷിക്കാൻ തക്ക രീതിയിലുള്ള നിലപാടുണ്ടാവണം. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം. അത് അന്യാധീനപ്പെട്ട ഭൂമികൾ മുഴുവൻ തിരിച്ചു പിടിക്കണം എന്നുള്ളത് ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ നിയമമുണ്ട്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ നിയമം എന്ന് വെച്ചാൽ പാരമ്പര്യ ട്രസ്റ്റികളില്ലാത്ത ക്ഷേത്രങ്ങൾ, ഏത് ക്ഷേത്രവും അവർക്ക് പിടിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. അതായത് പാരമ്പര്യ ട്രസ്റ്റുകളില്ലാത്ത ക്ഷേത്രങ്ങളെ ഏത് ക്ഷേത്രമാണെങ്കിലും ആരുടെ ക്ഷേത്രമാണെങ്കിലും അത് പിടിച്ചെടുക്കാനുള്ള അവകാശം മലബാർ ദേവസ്വം ബോർഡിനുണ്ട്. ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് മലബാറിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആസ്ഥാനമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നിർണായകമായൊരു ക്ഷേത്രമാണ് തളി ക്ഷേത്രം, അങ്ങാടിപ്പുറത്തെ തളി ക്ഷേത്രം. തളി ക്ഷേത്രത്തിന് നോട്ടീസ് കൊടുത്തിരിക്കും. കാരണം അത് പാരമ്പര്യ ട്രസ്റ്റി ഇല്ല. അപ്പോൾ പാരമ്പര്യ ട്രസ്റ്റി അല്ലാത്ത ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ ക്ഷേത്രങ്ങൾ ഭരിക്കാനുള്ള അവകാശം ഹിന്ദുക്കൾക്കില്ലേ? ക്ഷേത്രങ്ങൾ ഭരിക്കാനും ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം ഹിന്ദുക്കൾക്കില്ലേ? നമ്മുടെ നാട്ടിൽ ഭരണഘടന അനുവദിക്കുന്ന അവകാശമാണ്. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ദ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ്. ആ അവകാശം എന്താ ഹിന്ദുക്കൾക്ക് നിഷേധിക്കുന്നത്? ഈ നിയമത്തിൻ്റെ മറവിൽ മലബാർ മേഖലയിലെ ക്ഷേത്രങ്ങൾ, ഹിന്ദു ക്ഷേത്രങ്ങൾ അവിടെ മലബാർ ദേവസ്വം ബോർഡ് പിടിച്ചടക്കുകയാണ്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ പരിഷ്കരിക്കണം, കാലോചിതമായി മാറ്റം വരണം.
ദേവസ്വം ബോർഡുകളുടെ പുനഃസംഘടന ഇപ്പോൾ നടക്കണം. UDFൻ്റെ ഭരണം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം വരും. ആരെയാണ് നിങ്ങൾ ദേവസ്വം ബോർഡ് മെമ്പർമാരാക്കാൻ പോകുന്നത്? പാർട്ടിക്ക് വേണ്ടി ജയ് വിളിച്ച് നടന്ന ആൾക്കാരെയാണോ? അതോ ക്ഷേത്രങ്ങളോടും ക്ഷേത്ര സംസ്കൃതിയോടും വിശ്വാസത്തോടും കൂറു പുലർത്തുന്നവരെയാണോ? അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി പറയുന്നത്, നിങ്ങൾ ദേവസ്വം ബോർഡ് പുനഃസംഘടിപ്പിക്കുമ്പോൾ വിശ്വാസികളായ, സത്യസന്ധരായ, ഇൻ്റഗ്രിറ്റിയുള്ള, ഭരണപരിചയമുള്ള ആളുകളെ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളായി കൊണ്ടുവരണം. അവർ ഭരിക്കണം ക്ഷേത്രം, ദേവസ്വം ബോർഡ് വിശ്വാസികളായിരിക്കണം. അവർ പാർട്ടിക്ക് വേണ്ടി ജയ് വിളിച്ചതാവരുത് അതിൻ്റെ മാനദണ്ഡം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ആഴ്ച അവസാനം മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ദേവസ്വം മന്ത്രിയെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ അദ്ദേഹവുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. അതിനനുസരിച്ചിട്ട് തുടർ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനൊക്കെ വേണ്ടി ഓഗസ്റ്റ് മാസം 5-ാം തീയതി നമ്മുടെ സെക്രട്ടേറിയറ്റ് നടയിൽ ഹിന്ദു നേതാക്കന്മാരുടെ ഒരു ധർണ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൂടാതെ പിന്നീടുള്ള മാസങ്ങൾ നമ്മൾ കാത്തിരിക്കുക. ഈ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ഹിന്ദു ഐക്യവേദി രംഗത്ത് വരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ KT ജലീൽ പറഞ്ഞിരുന്നു, ഹിന്ദുക്കൾക്ക് ധാർമ്മിക പഠനങ്ങൾ ഇല്ലെങ്കിൽ പോലും അവർ ഇതിൽ ഈ ഒരു വിഷയത്തിൽ അവർ പിന്നോക്കമാണ്. കാര്യം അവർ ഈ പറയുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മതപഠനമില്ലാത്ത ഹിന്ദുക്കളാണ് കുറച്ച് ഭേദപ്പെട്ട രീതിയിൽ നിൽക്കുന്നതെന്നാണ് KT ജലീൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചോദ്യം, അതായത് മതപഠനമോ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള പഠനങ്ങളോ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിട്ടും ഹിന്ദുക്കൾക്ക് അവരുടെ ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്നില്ല. ഇനി ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ തന്നെ അത് മുടക്കാനുള്ള ശ്രമമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നുള്ള പരാതികളുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിക്കോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്കോ ധീരമായ ഒരു ചുവടുവയ്പ് എല്ലായിടത്തും നടപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ നോക്കൂ, ദേവസ്വം ബോർഡ് നമ്മുടെ രൂപീകരിക്കപ്പെട്ട സമയത്ത് അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് മന്നത്ത് പത്മനാഭനും അതേപോലെ R ശങ്കറും ഒക്കെയായിരുന്നു അതിൻ്റെ മെമ്പർമാർ. അവരന്ന് മുന്നോട്ട് വച്ചത്, അവർ ശ്രമിച്ചത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി മതപാഠശാലകൾ തുടങ്ങുക എന്നുള്ളതായിരുന്നു. വ്യാപകമായിട്ട് മതപാഠശാലകൾ അവർ ആരംഭിച്ചു. ഹിന്ദു വിദ്യാർത്ഥികളെ, യുവാക്കളെ ആ മതപാഠശാലകളിൽ എത്തിച്ച് അവർക്ക് മതവിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസം കിട്ടണം എന്ന ലക്ഷ്യത്തോടു കൂടി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അത് പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കും. അതിനുവേണ്ട എല്ലാ പിന്തുണയും സഹായവും അവർ ചെയ്തിരുന്നു. അവർക്ക് ശേഷം പിന്നീട് ദേവസ്വം ബോർഡ് ഭരണാധികാരികളായി വന്നവർ, അവർ തികച്ചും രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി വന്നവരാണ്. അവർക്ക് രാഷ്ട്രീയക്കാരോടും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും മാത്രമേ കൂറുണ്ടായിരുന്നുള്ളൂ. മറിച്ച് ഈ ക്ഷേത്ര സംസ്കാരം, ക്ഷേത്രത്തിന് അധികരിച്ചുകൊണ്ടുള്ള ഒരു ധാർമ്മിക ബോധം ഹിന്ദുക്കൾക്ക് ഉണ്ടാവണം എന്ന ചിന്തയൊന്നും അവർക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് പതിയെ ഈ മതപാഠശാലകളെ നിഷ്ക്രിയമാക്കുകയും അത് പല ക്ഷേത്രങ്ങളിലും നാമമാത്രമായി തീരുകയും ചെയ്തു. ഇപ്പോൾ മതപാഠശാലകളുടെ ഫണ്ട് പലപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തും. അത് വകമാറ്റി ചെലവഴിക്കാറാണ് പതിവ്. അതിനുവേണ്ടി ഒരു ഫണ്ടൊക്കെ ഉണ്ട്. 10 ലക്ഷം രൂപ എന്നോ 25 ലക്ഷം രൂപ എന്നോ ഒക്കെ ഫണ്ടിൽ നീക്കി വയ്ക്കും, ചിലവാക്കില്ല. പക്ഷേ നമ്മുടെ ഭാഗ്യവശാൽ വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായി ഈ കഴിഞ്ഞ ഒരു വർഷം മുൻപ്. അതായത് ദേവസ്വം ബോർഡിൻ്റെ മതപാഠശാലയ്ക്ക് വേണ്ടി നീക്കി വയ്ക്കുന്ന പണം പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കണമെന്നും അത് വകമാറ്റി ചെലവഴിക്കാൻ പാടില്ല എന്നും ഹൈക്കോടതിയുടെ വിധിയുണ്ട്. അപ്പോൾ ഇനി യഥാർത്ഥത്തിൽ ആ ഫണ്ട് വേറൊരു തരത്തിൽ വിനിയോഗിക്കാൻ പറ്റില്ല. ആ ഫണ്ടിനെ അവിടെ ഫ്രീസ് ചെയ്യപ്പെട്ട് അവിടെ കിടക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫണ്ട് ഉണ്ട് മതപാഠശാലകൾക്ക് വേണ്ടി. പക്ഷേ ഈ ഭരിക്കുന്നവർക്ക് ഈ ഒരു താല്പര്യമില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? ദേവസ്വം ബോർഡിൽ ഭക്തജനങ്ങളെ ഈ ക്ഷേത്രങ്ങളിൽ നിന്നും ക്ഷേത്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ അകറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് ദേവസ്വം ബോർഡ്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അതായത് ഒരു ഉപദേശക സമിതി രൂപീകരണം പോലും ബുദ്ധിമുട്ടാണിപ്പോൾ. കാരണം ഉപദേശക സമിതി അംഗങ്ങളാവണമെങ്കിൽ പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അതായത് ഇന്ത്യൻ പ്രസിഡൻറ്റിന് പോലും വേണ്ട. പക്ഷേ ഉപദേശക സമിതി അംഗമാകാൻ, ഉപദേശക സമിതി അംഗത്തെ തിരഞ്ഞെടുക്കാൻ വരുന്ന ആളുകൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷയയിൽ പോയിട്ട് 1000 രൂപയോളം ചിലവാക്കണം. ആരാണ് അതിന് തയ്യാറാവുക? അപ്പോൾ ഉപദേശക സമിതികൾ ഉണ്ടാവാതിരിക്കുക എന്ന ലക്ഷ്യം ദേവസ്വം ബോർഡിനുണ്ട്.
അങ്ങനെ ഉണ്ടാവാതിരുന്നാൽ ഈ ക്ഷേത്രത്തിലെ കൊള്ളയും കൊള്ളിവെപ്പും മോഷണവും അന്യാധീനപ്പെടലും മറ്റു പല കാര്യങ്ങളും ഒക്കെ ഭക്തജനങ്ങൾ അറിയാതെ സൂക്ഷിക്കാൻ കഴിയും എന്നാണ് ഇവർ കരുതുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ നയം തന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്തന്മാരെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ഷേത്ര ഉപദേശക സമിതികൾ സജീവമായിക്കൊണ്ട് ഈ മതപാഠശാലകൾ സജീവമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം. ഓരോ ഉപദേശക സമിതികൾക്കും ഞങ്ങളുടെ ക്ഷേത്രത്തിൽ മതപാഠശാല വേണം, അവിടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാവണം എന്ന നിലയ്ക്ക് അതിന് ഫണ്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ഉപദേശക സമിതികൾ സജീവമാക്കുക, ആ ഉപദേശക സമിതികളിലൂടെ മതപാഠശാലകൾ സജീവമാക്കി നടത്തുക എന്നുള്ളത് ഒരു ലക്ഷ്യമായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിന് നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ബോധവൽക്കരണം നടക്കുക, അതിനുവേണ്ടി സർക്കാരും ദേവസ്വം ബോർഡുമായിട്ടൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നലെ 2 ദിവസം ആയെന്ന് തോന്നുന്നു ആ ഒരു പോസ്റ്റ്, അതായത് ഈ ആരിഫ് ഹുസൈനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പരാതി വളരെയധികം ഇന്നലെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ മീഡിയ വൺ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച്. അപ്പോൾ ഈ മീഡിയ വൺ എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനമാണ്. അപ്പോൾ മാധ്യമത്തിൽ നിന്ന് തുടങ്ങി മീഡിയ വൺ ഇതൊക്കെ വഴി അവർ നടപ്പിലാക്കുന്ന ചില അജണ്ടകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അത് കൃത്യമായിട്ട് ആരിഫ് അതിൽ പറയുന്നുണ്ട്. അതായത് ഹിന്ദു വിമർശനം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തെയും അതിൻ്റെ ദൈവങ്ങളെയും അല്ലെങ്കിൽ ആ ഒരു ഇതിലെയുമൊക്കെ വിമർശിക്കുന്ന ശ്യാംകുമാറിനും അല്ലെങ്കിൽ സണ്ണി കവിക്കാരനുമൊക്കെ വേദികൾ കൊടുക്കുന്ന മാധ്യമവും മീഡിയ വണ്ണും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആരിഫ് ഹുസൈനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ആരിഫ് ഹുസൈനെ എതിരെ ഇങ്ങനെ ഒരു ജിഹാദിനുള്ള സാധ്യത ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് ആരിഫിൻ്റെ പരാതി. എന്താണ് അതിനകത്ത് പറയാൻ? നമ്മളതിനെ കാണുന്നത് ആരിഫിൻ്റെ ആ പരാതി ന്യായമാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഒന്ന്, നമ്മുടെ ഭാരതത്തിൽ ചില അനിഷ്ടകരമായ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഒന്ന്, നമ്മുടെ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയ സംഭവമാണ്. ആ കൈവെട്ടിയ സംഭവത്തിലേക്ക് നയിച്ചത് എന്തായിരുന്നു? ആ അധ്യാപകൻ തയ്യാറാക്കിയ ഒരു ചോദ്യപേപ്പർ, ആ ചോദ്യപേപ്പറിൽ വന്ന ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങളുണ്ടായത്. ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ അധ്യാപകന് എതിരെ നിലപാടെടുക്കുകയാണ് ചെയ്തത്. അധ്യാപകൻ ചെയ്തത് തെറ്റായിപ്പോയി, അധ്യാപകൻ ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുകയാണ് ചെയ്തത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം തയ്യാറാക്കിയത് എന്ന് പറഞ്ഞിട്ട് അധ്യാപകനെതിരെ നിലപാടെടുക്കുകയും ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളുടെ ഒപ്പം നിലനിൽക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അതാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരടക്കമുള്ള മുസ്ലിം തീവ്രവാദികൾക്ക് അധ്യാപകൻ്റെ കൈവെട്ടാനുള്ള പ്രേരണ ലഭിച്ചത്. ഞങ്ങളുടെ കൂടെ നാട്ടിലെ ആൾക്കാർ മുഴുവനുണ്ട് എന്ന ആ ഒരു ലക്ഷ്യത്തിലാണ്. നമുക്ക് ജോസഫിൻ്റെ കാര്യം മാത്രമല്ല, ഈ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ബീഹാറിലെ കനൈലാൽ എന്ന് പറയുന്ന ഒരു തയ്യൽ തൊഴിലാളിയെ കഴുത്തറുത്ത് കൊന്നത്. എന്തായിരുന്നു അതിൻ്റെ കാരണം? അത് നോബുർ ശർമ്മ എന്ന് പറയുന്ന BJPയുടെ ഒരു വക്താവ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ എതിർ പാനലിലുണ്ടായിരുന്ന ആൾ നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ശിവലിംഗങ്ങളെ അപമാനിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ട് നോബുർ ശർമ്മ ഖുറാനിലോ ഹദീസിലൊക്കെയുള്ള ചില കാര്യങ്ങൾ ഉദ്ധരിക്കുകയാണ് അവർ ചെയ്തത്. അവർ തെറ്റായിട്ടൊരു കാര്യവും പറഞ്ഞിട്ടില്ല. അവർ ഖുറാനിലുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്, ഹദീസിലുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയില്ല എന്ന് അവർക്കാർക്കും പറയാൻ സാധ്യമല്ല. ആ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ നോബുർ ശർമ്മയ്ക്ക് എതിരായിട്ട് കോടതി വരെ ശക്തമായ നിലപാടെടുത്തു. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഈ തീവ്രവാദികൾക്ക് അതൊരു വളമാവുകയും തീവ്രവാദികൾ അതിൻ്റെ ബലത്തിൽ ഈ നോബുർ ശർമ്മയുടെ വീഡിയോ ഷെയർ ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ തയ്യൽക്കാരനെ കഴുത്തറുത്ത് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ കൺമുമ്പിൽ നടന്ന കാര്യമാണ്. ഇവിടെ ആരിഫ് ഹുസൈനെതിരെ മീഡിയ വൺ ഈ തരത്തിലുള്ള ഒരു നിലമാണ് ഒരുക്കുന്നത്, ഒരു ആശയതലമാണ് സൃഷ്ടിക്കുന്നത്. ആരിഫ് ഹുസൈൻ കൊല്ലപ്പെടേണ്ടയാളാണ്. ഈ കനൈലാലിൻ്റെ കഴുത്തറപ്പിലേക്ക് നയിച്ച അതേ ആശയ സാഹചര്യം ഇവിടെ ആരിഫിൻ്റെ കാര്യത്തിൽ സൃഷ്ടിക്കാൻ ആസൂത്രിതമായി മീഡിയ വൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രചാരവേലയാണ് യഥാർത്ഥത്തിൽ ആരിഫ് ഹുസൈൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈൻ പറയുന്നത് വളരെ കൃത്യമാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ആരിഫ് ഹുസൈൻ്റെ ജീവന് ഭീഷണിയുണ്ട്.
ആരിഫ് ഹുസൈന് സംരക്ഷണം കൊടുക്കണം, പോലീസ് സംരക്ഷണം കൊടുക്കണം എന്ന ആവശ്യം ന്യായമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അവസാനമായിട്ട് ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട്, അതായത് സംഘപരിവാറിനെ തൊട്ടാൽ അതൊരു അശുദ്ധിയാണ് എന്നുള്ള രീതിയിലുള്ള, അതായത് ആര് സംഘപരിവാറിൻ്റെ പരിപാടിക്ക് വന്നാലും, ഇപ്പോൾ ഏത് പരിപാടിയിൽ പങ്കെടുത്താലും, അതിപ്പോൾ VC ആയിക്കോട്ടെ, അങ്ങനെ ഒരു വലിയ പ്രചാരവേല, അയ്യോ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു, വിവാദം എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ബാലഗോകുലത്തിൻ്റെ പരിപാടിയിൽ ഇന്നലെ VC പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് അത് വിവാദമാകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചാരണം. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ളൊരു പ്രചാരണം ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? ഇപ്പോൾ നോക്കൂ, ഇനി ഇത്തരം പ്രചരണങ്ങൾക്ക് പതുക്കെ പതുക്കെ അതിൻ്റെ ഗ്യാസ് പോവും. കാരണം ഇവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുന്നതിൻ്റെ വെപ്രാളമാണ് യഥാർത്ഥത്തിൽ ഇവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. RSS, സംഘപരിവാർ, ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ തൊട്ടുകൂടാത്തവരാണ്, തീണ്ടിക്കൂടാത്തവരാണ് എന്ന ഒരു നരേറ്റീവ് ഇവർ പൊതുബോധമണ്ഡലത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് RSSൻ്റെ വേദിയിൽ പോകാൻ പാടില്ല, വേദിയിൽ പോയാൽ അവൻ തൊട്ടുകൂടാത്തവനാണ്, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ VD സതീശനടക്കം അല്ലെങ്കിൽ KNA ഖാദർ അടക്കമുള്ള RSSൻ്റെ വേദിയിൽ പോയി എന്നാണ്. വേദിയിൽ പോവുക, അവരുമായി വേദി പങ്കിടുക, ഇങ്ങനെ ഒരു തൊട്ടുകൂടായ്മ സൃഷ്ടിച്ച് RSSനെയോ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെയോ പാർശ്വവൽക്കരിക്കാം എന്നാണ് ഇവർ കരുതുന്നത്. പക്ഷേ ഇതൊന്നും ഏറെക്കാലം നീണ്ടു നിൽക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യ ഭരിക്കുന്നത് RSSകാരായിട്ടുള്ള ആളുകളാണ്. RSS അല്ല ഇന്ത്യ ഭരിക്കുന്നത്, RSSകാരായിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യയുടെ ഭരണം നിർവഹിക്കുന്ന എല്ലാ മേഖലയിലുള്ളത്. അത് ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാലും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും, നമ്മുടെ രാജ്യത്തെ 10-22 മുഖ്യമന്ത്രിമാരായാലും ഒക്കെ എല്ലാ മേഖലയിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട്, RSSനെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇവിടുത്തെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒക്കെ ഈ തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇവർ ഈ നിലപാടെടുക്കണേ എന്ന് ചോദിച്ചാൽ, നേരത്തെ സൂചിപ്പിച്ചതാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ. അതായത് കേരളത്തിൽ ഇവിടെ 10-30% വരുന്ന ഒരു വിഭാഗത്തിൻ്റെ വോട്ട് സംഘടിതമാണ് എന്നും, ആ വിഭാഗത്തെ പ്രീണിപ്പിക്കണമെങ്കിൽ, സന്തോഷിപ്പിക്കണമെങ്കിൽ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ അടിക്കണമെന്നും, അവർക്കെതിരായിട്ടുള്ള പ്രചരണം ശക്തമായിട്ട് ആര് നടത്തുന്നോ അവരോടൊപ്പമാണ് ഈ സംഘടിത വോട്ട് നിൽക്കുക എന്നും ഉള്ള ഒരു ധാരണ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവന നടത്തുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് എതിരായിട്ട് ഇപ്പോൾ മുൻപ് CPM വരും, ഇപ്പോൾ CPM അടക്കം വിലയിരുത്തുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന തെറ്റായിപ്പോയി എന്നാണ്. എന്തുകൊണ്ടാണ് തെറ്റായിപ്പോയി എന്ന് പറയുന്നത്? അത് മുസ്ലിം വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്നില്ല. UDF ആയാലും LDF ആയാലും മുസ്ലിം വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പോൾ സംഘടിതമായ ആ വിഭാഗത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ ഈ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ആ നിലപാടിന് ഇനി ഏറെക്കാലം മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മുസ്ലിം സമുദായത്തിനുള്ളിൽ ഒരു പുനർചിന്തനം ഇനി നടക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അവർ നോക്കുമ്പോൾ ആസാമായാലും ബംഗാളായാലും ഒക്കെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ BJPയെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയ തോതിൽ വിജയം വരിക്കുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. യാഥാർത്ഥ്യം എന്താണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്കിടയിലും ഞങ്ങളെ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ് ഈ രാഷ്ട്രീയക്കാർ എന്നുള്ള ബോധ്യം അവർക്ക് ഇനി വരും കാലങ്ങളിൽ ഉണ്ടാവാതെ നിവൃത്തിയില്ല. അതങ്ങ് ഒട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പക്ഷം. അതുകൊണ്ട് ഇനി ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഈ ഒരു നരേറ്റീവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്. നിയമവിരുദ്ധമായ ഒരു കാര്യവും ഒരു VCയും ചെയ്തിട്ടില്ല. ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ ഈ ഒരു നരേറ്റീവിന് ഏറെ ആയുസ്സുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു, ഇപ്പോൾ ഇന്നത്തെ വാർത്ത തന്നെ, ഇപ്പോൾ അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയം, അയോധ്യയിലെ എല്ലാ കണക്കുകളും ഇപ്പോൾ ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതായത് എത്രയാണ് ഭക്തന്മാർ കൊടുത്തത്, അവർക്ക് എത്ര അതിനുള്ളിൽ ചിലവായി, അത് മാത്രമല്ല ഭക്തന്മാർ കൊടുത്ത അല്ലെങ്കിൽ ഭക്തർ കൊടുത്ത ഇപ്പോൾ വെള്ളി ആയിക്കോട്ടെ സ്വർണ്ണമായിക്കോട്ടെ അതെങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ട്രസ്റ്റുമായി ക്ഷേത്രത്തിലെത്തി അത് പരിശോധിച്ച് ബോധ്യപ്പെടുത്താനുള്ള ഇതുവരെ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് വന്നത്. പക്ഷേ മൊത്തത്തിലൊരു വലിയൊരു പ്രചാരണം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അയോധ്യയിലെല്ലാം ഒന്നും കാണുന്നില്ല, അതായത് രാമചരിതമാനസ് കണ്ടില്ല, വെള്ളി കാണാതെ പോയി. പക്ഷേ ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടായിട്ടാണ് ഈ ഒരു പ്രചാരണം സംഘടിപ്പിക്കുന്നത്. അത് ഇതിനൊപ്പം തന്നെ ഒരു ദുരുദ്ദേശപരമായിട്ടുള്ള ചില ക്രമക്കേടുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് അന്വേഷണവും നടക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക്
ഒരു വലിയ ഒരു പ്രചാരണം അയോധ്യ എന്നുള്ള ആ ഒരു അതിനൊരു പ്രത്യേകതയുണ്ടല്ലോ, അത് ലാക്കാക്കി നടപ്പിൽ വരുത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ടോ? തീർച്ചയായും. എൻ്റെ കാരണം ഇപ്പോൾ ഒന്ന് അവിടെ നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ നടന്നത് ഇപ്പോൾ SITയുടെ പ്രാഥമിക റിപ്പോർട്ട് വരുമ്പോൾ SITയുടെ ആ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണമെണ്ണുന്ന മേഖലയിൽ അതെ അവിടെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത 70 ക്രമക്കേടുകളോടെ നടന്നിട്ടുണ്ട് എന്നാണ്. ഒരു 10-35 ദിവസം ഈ ഒരു ക്രമക്കേട് നടത്തിയതായിട്ടാണ് പറയുന്നത്. അവരുടെ വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്, അത് വിഷമകരമാണ്, അത് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടതാണ്, കഠിനമായ ശിക്ഷയ്ക്ക് അവരൊക്കെ വിധേയമാവണം, അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ശ്രീരാമക്ഷേത്രത്തിനെയും ശ്രീരാമക്ഷേത്രത്തിൻ്റെ ആ സംവിധാനങ്ങളെയും ഒക്കെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനെ മുന്നിൽ വെച്ച് പ്രചാരം നടത്തിയവർ ലക്ഷ്യം വെച്ചത്. എത്ര അയോധ്യയിൽ അയോധ്യയിൽ മുഴുവൻ കൊള്ളയാണ് നടക്കുന്നത്, ലൂട്ടിങ്. എന്തൊക്കെ കൊള്ള? അയോധ്യയിൽ 1200 കോടി രൂപ വരെ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ഓരോരുത്തർ അടിച്ചു വിട്ടത്. 200 കോടി രൂപ മുതൽ 1200 കോടി രൂപ വരെ. അവിടെ ഉണ്ടായിരുന്ന വെള്ളിക്കട്ടി 60 കിലോഗ്രാം വെള്ളിക്കട്ടി പോയി. പിന്നെന്താണ് 5 കോടി രൂപ ഇപ്പോൾ വിലയുള്ള രാമചരിത മാനസ് നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഓരോരുത്തരും അവിടെ ഓരോ വാദഗതികളുമായിട്ട് മുന്നോട്ട് വന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ, അറസ്റ്റ് ചെയ്യപ്പെട്ട ടിനു യാദവിൻ്റെ ഫോണിൽ നിന്നും 900-ലേറെ തവണ ഈ അഖിലേഷ് യാദവിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ ഈ സംഭവങ്ങൾക്ക് മുഴുവൻ പിന്നിൽ ഒരു ഗൂഢാലോചന നമുക്ക് സംശയിക്കേണ്ടി വരും. അയോധ്യ രാമക്ഷേത്രത്തെ തുടക്കം മുതൽ എതിർത്തവരാണ് കേരളത്തിലെ, ഇന്ത്യയിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ഈ പറയുന്ന രാഷ്ട്രീയക്കാരുമല്ല. അയോധ്യയിൽ രാമൻ ജനിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചതാണ് കോൺഗ്രസ്. ആണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയെ ബഹിഷ്കരിച്ചവരാണ് അവർ. രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയെ ബഹിഷ്കരിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തവരാണ് കോൺഗ്രസ്. രാമക്ഷേത്രം അവിടെ വരരുതെന്ന് ആഗ്രഹിച്ചവരാണ്. അതിനെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചവരാണ്. അഖിലേഷ് യാദവ് നാളിൽ വരെ ഈ പറയുന്ന ക്ഷേത്രം സന്ദർശിച്ച്, സ്വന്തം നാട്ടിൽ ഉത്തർപ്രദേശിൽ ആണ് അഖിലേഷ് യാദവ്. അവിടെ പോയിട്ട് ആ ക്ഷേത്രം സന്ദർശിച്ചിട്ടില്ല, ആ ക്ഷേത്രത്തിൽ പോയിട്ടില്ല അഖിലേഷ് യാദവ്. അപ്പോൾ രാമക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരുന്നവർ ഒടുന്നനെ രാമക്ഷേത്രത്തിൻ്റെ വക്താക്കളായിട്ട് വരിക. അവർ കൂട്ടുപിടിക്കുന്നത് ആരെയാണ്? അവർ കൂട്ടുപിടിക്കുന്നത് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരാണ്, വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്താ? ഇന്നലെ ട്രസ്റ്റ് പുറത്തുവിട്ടു. ഇതുവരെ 2020 മുതൽ 2026 വരെ ട്രസ്റ്റിന് കിട്ടിയ വരുമാനം എത്രയാണ്? ട്രസ്റ്റ് പുറത്തുവിട്ടല്ലോ. എത്ര കോടി രൂപ വരുമാനം ഉണ്ടായി, എത്ര കോടി രൂപ ക്ഷേത്രത്തിലേക്ക് ചെലവാക്കി, എത്ര കോടി രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അവിടെ കിട്ടിയ ദ്രവ്യങ്ങൾ, അത് വെള്ളിയാവട്ടെ സ്വർണ്ണമാകട്ടെ ഈ രാമചരിത മാനസാകട്ടെ, അതെല്ലാം ഇൻടാക്റ്റാണ്. അത് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ട്രസ്റ്റ് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ല. അപ്പോൾ രാമക്ഷേത്രത്തെ തകർക്കാൻ ആസൂത്രിതമായി, രാമക്ഷേത്രത്തെ തകർക്കുക മാത്രമല്ല, വളരെ നിസ്വാർത്ഥനായ, സാത്വികനായ, നിഷ്കാമ കർമ്മയോഗിയായിട്ടുള്ള ചെമ്പത്രായിയെ പോലുള്ള ആളുകളെ ഈ കൊള്ളയുമായിട്ട് ബന്ധപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമം നടന്നു. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത്? അപ്പോൾ വളരെ ആസൂത്രിതമാണ്. രാമക്ഷേത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു വലിയ വിശ്വാസ തകർച്ച ഭക്തന്മാരിൽ ഉണ്ടാക്കാൻ ഇവർ ആസൂത്രിതമായി ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് പൊളിഞ്ഞുപോയി. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത, ഈ വിവാദങ്ങൾക്ക് ശേഷം കാണിക്ക കിട്ടുന്ന ആ പണത്തിൻ്റെ അളവിൽ വർധനവാണ് ഉണ്ടായത്. വിശ്വാസികൾക്ക് രാമക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിനോടോ ഭരണത്തോടോ അവിശ്വാസം ഉണ്ടായിട്ടില്ല. അവർ കാണിക്ക സമർപ്പിക്കുന്നത് വർദ്ധിച്ചതായിട്ടാണ് പത്രവാർത്തകൾ പുറത്തു വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവരുടെ അജണ്ട പൊളിഞ്ഞു എന്നാണ്. ഇവരുടെ അജണ്ട രാഷ്ട്രീയമാണ്. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. 2027 തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ഇങ്ങനെ അനത്തിക്കൊണ്ടിരിക്കുക. ആ വിഷയം ഉയർത്തിക്കൊണ്ട്
ക്ഷേത്രഭരണം നടത്തുന്നത് BJPയും അല്ലെങ്കിൽ യോഗി ആദിത്യനാഥും അതേപോലെ വിശ്വഹിന്ദു പരിഷത്തുമാണ്, അവർക്കെതിരെ ഒരു ജനവികാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള രാഷ്ട്രീയ ഉദ്ദേശമാണ് ഇവർക്കുള്ളത്. കോടതിയിൽ പോയി CBI അന്വേഷണം വേണം, തള്ളിക്കളഞ്ഞില്ലേ? സുപ്രീം കോടതി പറഞ്ഞില്ലേ ഇതിപ്പോൾ എമർജൻസി ആയിട്ട് കേൾക്കേണ്ട ഒരു കാര്യമല്ലാന്ന്. അപ്പോൾ ഇവരെ എല്ലാ മേഖലയിലും ജനങ്ങൾ തള്ളിക്കളയുകയാണ്, നിയമ സംവിധാനങ്ങൾ ഇവർക്ക് തള്ളിക്കളയുകയാണ്. തുടക്കം മുതൽ വ്യാജ ആരോപണങ്ങൾ ഇതിൻ്റെ പേരിൽ ഉന്നയിക്കപ്പെട്ടു, ഒന്നും തെളിയിക്കപ്പെടുന്നില്ല. അപ്പോൾ ആരോപണങ്ങൾ ഇങ്ങനെ തുടർച്ചയായി കൊണ്ടുവന്ന് രാമക്ഷേത്രത്തെക്കുറിച്ച് അവിശ്വാസം ഉണ്ടാക്കുക എന്ന ഒരു ആസൂത്രിതമായ ശ്രമം ആണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. കുറ്റക്കാരാരായാലും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. SITയുടെ അന്വേഷണം ആ നിലയ്ക്ക് ഒരു ഇടപെടലും കൂടാതെ തന്നെ മുന്നോട്ട് പോകുന്നു. ആരെങ്കിലും ഇടപെടുന്നു എന്ന് ഇതുവരെ ഒരു ആരോപണം SITക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. SITയുടെ അന്വേഷണം എല്ലാ മേഖലയിലും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കുറ്റക്കാരെ ശിക്ഷിക്കപ്പെടും. അതിൻ്റെ പേരിൽ രാമക്ഷേത്രത്തെയും ആ ട്രസ്റ്റിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം അത് വിജയിക്കാൻ പോകുന്നില്ല.